നമ്മുടെ ഹോണത്തിനാണെങ്കിലേ ഒരു ബെൻഡ് വൈപ്പ് ചെയ്താലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇതേ സാധനം ഒരു 2-3 കൊല്ലം മുന്നേ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അക്രപ്പോയ്ക്കിൻ്റെ ഒരു എക്സോസ്റ്റും പിന്നെ ഒരു ബെൻഡ് വൈപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 1-2 വർഷം ഉപയോഗിച്ച് പിന്നെ അത് മാറ്റി. എനിക്കിതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് സത്യം പറഞ്ഞാൽ അത്രത്തോളം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ മറ്റേ കാർബറേറ്ററൊക്കെ ഇടയ്ക്ക് ഒരു പ്രശ്നമായ ശേഷം ഇതിപ്പോൾ രാവിലെ എടുക്കുമ്പോഴേ ഐഡിയലിങ് അങ്ങനെ എപ്പോഴും നിൽക്കത്തില്ല. ഇതിൻ്റെ സ്റ്റോക്ക് സൈലൻസറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ചെയ്താലൊന്നും ആലോചിക്കുക. അതായത് ഹെഡർ തൊട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സൈലൻസർ പോകുന്നില്ല, അതേ റൂട്ടിൽ തന്നെ നമുക്ക് പൈപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പില്ലേ, അപ്പോൾ ഈ ക്ലാമ്പിൽ തന്നെ നമുക്ക് ചെയ്യുന്ന എക്സോസ്റ്റിൻ്റെ ക്ലാമ്പ് ഇവിടെ ഈ ഒരു ബോൾട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഫിക്സ് ആവുന്ന രീതി വേണം നമ്മൾ പൈപ്പ് കൊണ്ടുവരാനായിട്ട്. നമ്മൾ ഏത് വണ്ടിയിൽ ബെൻഡ് വൈപ്പ് ചെയ്താലും ഉണ്ടല്ലോ, അത് മാക്സിമം സ്റ്റീലിൻ്റെ പൈപ്പിൽ തന്നെ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ആ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റി മുഴുവനായിട്ട് വരത്തുള്ളൂ. ഈ ഫ്രണ്ടിൽ 2 സ്ക്രൂ ഇല്ല, ഇതും പിന്നെ പുറകിലത്തെ 2 ബോൾട്ട് ഒഴിച്ചാൽ നമുക്കിതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് കൂടി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ കണ്ട പൈപ്പില്ല, ഈ പൈപ്പ് വെച്ചിട്ട് വേണം, അതായത് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബെൻഡ് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഈ കാണുന്ന എൽബോസും ഈ പൈപ്പെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 എന്ന് പറയുന്ന ഗ്രേഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സാധാ നോർമലി എല്ലാ വണ്ടിക്കും നമ്മൾ ഈ പറഞ്ഞ കണക്ക് ബെൻഡ് വൈപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത് കുറച്ചുകൂടെ തിന്നാണ്, പിന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും അവസാനം ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും. ഈ പൈപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. 1.25 വേണമെങ്കിൽ ഇടാം, പക്ഷെ അതൊക്കെ ഭയങ്കര ലൗഡായിരിക്കും 1.25 ഇട്ട് കഴിഞ്ഞാൽ. ഈ 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഓക്കെയാണ്. അത്യാവശ്യം എല്ലാ വണ്ടികൾക്കും 1.5 ഇഞ്ച് പൈപ്പാണ് സാധാരണ ഇടുന്നത്. അങ്ങനെ ഞാൻ താണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് അഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ താണ്ട് അങ്ങനെ അതുപോലെ ബെൻഡ് വൈപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഹെഡേഴ്സ് ഉണ്ടാക്കുന്നില്ല. അതായത് ഇതിൻ്റെ സ്റ്റോക്ക് ഫ്ലഞ്ചില്ലേ, അതായത് സ്റ്റോക്ക് ഹെഡിൽ ഈ മാർക്ക് ചെയ്തേക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് പൈപ്പ് അടിക്കാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ ഈ ഒരു സാൻഡ് ചെയ്യുന്ന പീസിൽ ഇതിപ്പം നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റിൻ്റെ മൗത്താണ്. അപ്പോൾ ഈ ഒരു മൗത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ ബെൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് എൽബോ വെച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് നോക്കുകയാണ്. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ എത്ര വില കൂടിയ എക്സോസ്റ്റ് വാങ്ങിച്ചാലും ബെൻഡ് കറക്റ്റ് അല്ലെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ബെൻഡ് വൈപ്പ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. ഈ സൗണ്ടിൻ്റെ ക്വാളിറ്റി ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ വോളിയവും പിന്നെ പൈപ്പ് പോകുന്ന ഒരു ആംഗിളും ഇതെല്ലാം വലിയൊരു കണക്ഷനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പൈപ്പ് ജോയിൻ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നല്ലോണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയണം. അതിൽ പോലും ആ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം വരും നമ്മളത് ചെയ്തില്ലെങ്കിൽ. ഇതെൻ്റെ വീട്ടിലെ അമ്മണി പൂച്ചയാണ് കേട്ടോ. അമ്മണി വിചാരിക്കുകയായിരിക്കും ഇവൻ്റെ ഈ പ്രാന്ത് ഇതുവരെ കഴിഞ്ഞില്ല എന്ന്. അങ്ങനെ നമ്മുടെ പൈപ്പിൻ്റെ വർക്ക് ദാണ്ട് ഇത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അതിന് ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത്രയും വെൽഡ് സാൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് വൃത്തിയാവത്തുള്ളൂ. പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹോള് വീഴാതെ വെൽഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാട്. അതായത് ഒരു സ്ഥലത്ത് ഹോള് വീണാൽ പിന്നെ നമുക്കത് ക്ലിയർ ആക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ പോവുകയും ചെയ്യും. അവിടെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പരിപാടിയാണ് കേട്ടോ സാൻഡിങ് എന്ന് പറഞ്ഞാൽ. ഈ സാൻഡ് ചെയ്യുമ്പം നമ്മൾ ഗ്രൈൻഡിങ് വീലും ഫ്ലാപ്പ് ഡിസ്കിൻ്റെ ഒക്കെ പല പല ഗ്രേഡ് ഉണ്ട്. ആ പല പല ഗ്രേഡ് ഇട്ടാൽ മാത്രമേ നമുക്കതൊരു ഫിനിഷാക്കി എടുക്കത്തുള്ളൂ. അങ്ങനെ ഫിനിഷാക്കി എടുത്ത പൈപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ക്ലാമ്പിൽ വെച്ച് നോക്കണം. ഇത് ഒറിജിനലൊന്നും അല്ല കേട്ടോ, വെറും ജസ്റ്റ് ഒരു റെപ്ലിക്ക, അതായത് ഒരു സാധാ ഫസ്റ്റ് ക്വാളിറ്റി എക്സോസ്റ്റ് ആണ്. അപ്പം ഇതിനെ ഇനി നമ്മൾ ഈ ആംഗിളിൽ വെച്ചിട്ട് ഈ എക്സോസ്റ്റിൽ നിന്നൊരു ബെൻഡ് വൈപ്പിനെ അടിച്ച് നമ്മൾ അങ്ങോട്ട് എത്തിക്കണം. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പല പല ആംഗിളിൽ വെച്ച് നോക്കണം. പിന്നെ പുറകിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണ്, കറക്റ്റാണോ, അപ്പം ഈ എക്സോസ്റ്റിൻ്റെ ഒരു ആംഗിൾ ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കി അവസാനം ഇത് കണക്ട് ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. ഭാഗ്യത്തിന് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു. പൈപ്പിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ രാത്രിയായി കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ പൈപ്പിൻ്റെ അവസാനത്തെ ഒരു ഔട്ടെന്ന് പറഞ്ഞാൽ. ഇതിങ്ങി ഒരു ക്ലാമ്പൂടെ അടിച്ചിട്ട് വേണം നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബെൻഡ് വൈപ്പ് വെച്ചതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഒരു ക്ലാമ്പ് കൂടെ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ബെൻഡ് വൈപ്പും വണ്ടിയായിട്ടൊരു ക്ലാമ്പ് ചെയ്തു. അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു, അതിൻ്റെതാണ് അത് ആഡ് ചെയ്യാത്ത. ഞാനിങ്ങി ഇതിൻ്റെ സൗണ്ടിങ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഞാൻ ഒരുപാട് റവ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഹെഡ്സെറ്റ് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ സൗണ്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ.
ഇതിൻ്റെ ഒരു സൗണ്ട് വീഡിയോയ്ക്കകത്ത് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് കേൾക്കാൻ കുറച്ചുകൂടെ ഒരു നല്ല ബേസാണ്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നല്ലൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്ത് നിന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ബൈക്കിൻ്റെ ഒരു 3-4 മീറ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 5 മീറ്റർ റേഡിയസിനകത്ത് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബേസായിട്ടുള്ള ഫീല് കിട്ടത്തുള്ളൂ. പിന്നെയാണെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ അകത്ത് 3 90 ഡിഗ്രി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ബേസ് കുറച്ച് നല്ല കൂടുതലായിരിക്കും. അതായത് ഒരുപാട് ലൗഡല്ല, നമുക്കൊരു ബേസായിട്ടുള്ള സൗണ്ട് ഔട്ടായിട്ട് വരുന്നത്. ഇത് നമുക്ക് നേരിട്ട് കേട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു പ്യുവർ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.